പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഒരു കോളേജിലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കേണ്ട സാധനമാണ്. കാരണം അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ പലതും സ്കൂളിൽ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. പീപ്പിൾ മാനേജ്മെൻറ്റ് അറിയാമെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ 4-5 പേരുള്ളിടത്ത് നമ്മൾ വീട് മാനേജ് ചെയ്യാൻ പലർക്കും സാധിക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നത്. ഭാര്യയും ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു, മകൻ അപ്പനെ വിളിക്കുന്നു, അപ്പം മകനെ ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? നമുക്ക് 4-5 പേരെ ഡീൽ ചെയ്യാൻ തന്നെ അറിയാൻ മേല. 4-5 പേരെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ 100 കണക്കിന് ആൾക്കാർ എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും? അവിടെയാണ് പീപ്പിൾ സ്കില്ല് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. പീപ്പിൾ സ്കില്ലും ലീഡർഷിപ്പുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് നമ്മുടെ എല്ലാ പ്രവൃത്തി എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല ഭയങ്കര അറിവുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പരിധിക്കുള്ളവർ വളരാത്തതിൻ്റെ ഒരേ ഒരു കാരണം ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാൻ മേല. ആൾക്കാരെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. കഴിവില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഹെൻറി ഫോർഡിനോട് ചോദിച്ചപ്പം എന്താണ് സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, എന്താണ് താങ്കളുടെ ടാലൻറ്റ് ആണോ, എന്താണ് താങ്കൾ ഇത്രയും വിജയിപ്പിച്ചെന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞു ഉത്തരം എന്താണെന്നറിയോ? യു നീഡ് നോട്ട് ഹാവ് ഓൾ ദ ടാലൻറ്റ്സ് വിത്ത് യു. എല്ലാ കഴിവുകളൂടെ നമുക്കൊരാൾക്ക് ആവശ്യമില്ല. യു നീഡ് ഓൺലി വൺ ടാലൻറ്റ്. യു നീഡ് ടു നോ ഹൗ ടു ഹോൾഡ് പീപ്പിൾ ഹൂ ഹാവ് ടാലൻറ്റ്. ടാലൻ്റ് ഉള്ളവരെ കൊണ്ടു നടക്കാനുള്ള ഒറ്റ ടാലൻറ്റ് മാത്രം മതി. വേറെ ടാലൻ്റൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ നാട്ടിലുണ്ട്. ടാലൻ്റ് ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവരെ കൊണ്ടു നടക്കാനുള്ള ടാലൻറ്റ് മതി വിജയിക്കാൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ടാലൻറ്റ് വേണ്ടത് ആൾക്കാരെ കൊണ്ടു നടക്കാനും ആൾക്കാരോട് ഡീൽ ചെയ്യാനാണ്. അതിൽ കൂടെ അല്ല ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ഇൻകം മാത്രമേ കിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ഇൻകത്തിൻ്റെ 100 ഇരട്ടി സാധ്യത ടീം പെർഫോമൻസിൻ്റെ ഇൻകത്തിനുണ്ട്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല ചെസ്സുകൾ ഇൻഡിവിജ്വൽ പെർഫോമൻസാണ്. നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. നമ്മൾ വലിയ സക്സസ് ഉണ്ടായി. ഇപ്പോൾ ചിറ്റലപ്പള്ളി കൊച്ചേപ്പും അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ, ಇಲ್ಲ ഇൻഫോസിസ് നാരായണ മൂർത്തി അല്ല ഏത് വലിയ ബിസിനസ്സുകാരെ നോക്കിയാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും സാധാരണ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിലൊക്കെ ഓൾമോസ്റ്റ് 95% സെയിമാണ്. ഒരുപക്ഷെ ചിറ്റലപ്പള്ളി കൊച്ചേപ്പിനേക്കാളും ചില വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന് ഉള്ള വേറൊരു സാധനം, അദ്ദേഹത്തിന് ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാം. അതാണ് വേറെ പല ആൾക്കാർക്കും അറിയാൻ മേലാത്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സക്സസിൻ്റെ, നമ്മുടെ ഫെയിലിയറിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ CEO. അതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റുള്ളൂ. സക്സസും ഫെയിലിയറും പാർട്ടാണ്. ഫെയിലിയർ ഉണ്ടായേ മതിയാവുള്ളൂ. ഫെയിലിയർ എക്സ്പീരിയൻസ് ആണ്, ഫെയിലിയർ അറിവാണ്. ആ ഫെയിലിയറാണ് നാളെ അസറ്റാണ്. എത്ര ഫെയിലായിട്ടുണ്ടോ അത്രയും നമുക്ക് അസറ്റ് ഉണ്ടാകാനുള്ള ഈക്വൽ സാധ്യതയുണ്ട്. നമ്മൾ എത്ര താഴോട്ട് പോയിട്ടുണ്ട്, ഒരു റബ്ബർ ബോൾ താഴോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫോഴ്സിൽ എറിയുന്നോ അത്രയും ഫോഴ്സിൽ തിരിച്ചു പോകാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. അപ്പോൾ ഫെയിലിയർ ഉണ്ടായിക്കോട്ടെ, ഫെയിലിയർ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആളായിരിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഫെയിലായിട്ടുണ്ടെങ്കിലും നമ്മൾ ഫെയിലാകാതിരുന്നാൽ മാത്രം മതി. നമ്മുടെ ബിസിനസ്സുകൾ ഫെയിലായിട്ടുണ്ടാവാം, നമ്മുടെ ബിസിനസ്സുകൾ പൊട്ടിയിട്ടുണ്ടാവാം. നമ്മൾ ഫെയിലാകുന്നത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, ഒരു കാരണവശാലും തോറ്റു കൊടുക്കാതിരിക്കുക, ഫൈറ്റ് ചെയ്യുക, ഫൈറ്ററായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിസ്സാന്തമായിട്ട് പരിശ്രമിക്കുക, മാക്സിമം വർക്ക് ചെയ്യുക. ഒരു റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടൈമിലാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് എപ്പോഴും നിങ്ങൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കരുത്. പല ആൾക്കാരും ഇവിടെ നമ്മൾ ഒരുപക്ഷെ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നു, അയ്യോ ഞാൻ അവശത, ഇപ്പം തന്നെ ഞാൻ അവശതയാണ്, ജോലി ചെയ്ത് തന്നെ ഞാൻ അവശതയാണ്, ഇനി അതിൻ്റെ പുറത്ത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ തളരുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ വെറും ടാർഗറ്റ്, വേറെ ആരെങ്കിലും തന്നിരിക്കുന്ന ടാർഗറ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്ട്രെസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ടയർഡാകത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർ ടയർഡാകത്തില്ല. ചെയ്യുന്നവർ ഒരു ബാറ്ററി ചാർജ് ആകുന്ന പോലെ നമ്മുടെ ലക്ഷ്യം കൃത്യമായിട്ട് നമുക്ക് കാണാം. നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, നമ്മൾ ശരിയായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആണെന്ന് ബോധ്യമുള്ള ഒരാളും ടയർഡാകത്തില്ല. നോർമൽ ആൾക്കാർ ടയർഡാകുന്നതിൻ്റെ കാര്യം അവർക്ക് അങ്ങനെ ഒരു ഗോളില്ലാത്തതുകൊണ്ടും അവർ സ്വന്തം ഗോളിലല്ല വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറൊരാളുടെ ടാർഗറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ടയർഡാകുന്നത്.